ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 135 ഭാഗത്തിൽ അമൃതം ഗമയ എന്ന ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇനിയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. MT വാസുദേവൻ നായർ കഥയും തിരക്കഥയും എഴുതി PKR പിള്ള നിർമ്മിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് അമൃതം ഗമയ. മോഹൻലാൽ, ഗീത, പാർവതി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം SC പാടിയും എഡിറ്റിംഗ് MS മണിയും നിർവഹിച്ചിരിക്കുന്നു. ഷിർദിസായി ക്രിയേഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം 1987 ഫെബ്രുവരി 6 ഷിർദിസായി ക്രിയേഷൻസിൻ്റെ വിതരണത്തിൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി. MB ശ്രീനിവാസൻ പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഈ ചിത്രത്തിൽ പാട്ടുകളൊന്നും തന്നെ ഇല്ല. മോഹൻലാൽ ഡോക്ടർ PK ഹരിദാസായും ഹരിദാസിൻ്റെ അമ്മാവനായ കുറുപ്പായി തിലകനും ഭാനുവായി ഗീതയും ഉണ്ണിയായി വിനീതും ഉണ്ണിയുടെ സഹോദരിയായ ശ്രീദേവിയായി പാർവതിയും സുഗുവായി ക്യാപ്റ്റൻ രാജുവും കുറുപ്പിൻ്റെ രണ്ടാമത്തെ മകനായ രഘുവായി ദേവനും ഹരിദാസിൻ്റെ ഗുരുവായി കരമന ജനാർദ്ദനൻ നായരും അഭിനയിച്ചിരിക്കുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഡോക്ടറുടെ കഥ പറയുന്ന ചിത്രമാണ് അമൃതം ഗമയ. കുറ്റബോധത്തിൻ്റെ മൂർച്ചയുള്ള പ്രകടനം അത്യുഗ്രമായി മോഹൻലാൽ കാഴ്ചവെക്കുന്നു. ഹരിഹരൻ്റെ മികച്ച ചിത്രങ്ങളിലൊന്നായും MT വാസുദേവൻ നായരുടെ ക്ലാസിക് തിരക്കഥയായും അമൃതം ഗമയ കണക്കാക്കപ്പെടുന്നു. മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് അടുത്തു നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. അക്കൂട്ടത്തിൽ ആ വർഷത്തെ മികച്ച വിദ്യാർത്ഥിയായി ആദരിക്കപ്പെടുന്നതും സ്വർണ്ണ മെഡൽ നേടിയതും PK ശ്രീദേവിയാണ്. സദസ്സിൻ്റെ ഒരു മൂലയിൽ ഇരുന്ന് ചടങ്ങ് വീക്ഷിക്കുന്ന ഡോക്ടർ ഹരിദാസ് സീനിയർ ഡോക്ടറും അവളുടെ സ്പോൺസറും ആണ്. ഹരിദാസിനടുത്തേക്ക് ശ്രീദേവി തൻ്റെ മെഡലുമായി എത്തുന്നു. ഈ പുരസ്കാരം ഹരിദാസിന് സമർപ്പിക്കുകയാണ് എന്ന് ശ്രീദേവി പറയുന്നു. അവർ ഒരുമിച്ച് ചേർന്ന് അവരുടെ ഗ്രാമത്തിലേക്ക് യാത്രയാകുന്നു. അവർ മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന നദീതീരത്ത് നിന്ന് അവരുടെ ഭൂതകാലം ഓർമ്മിക്കുന്നിടത്ത് ഫ്ലാഷ് ബാക്കിലൂടെയാണ് സിനിമ ഇതൾ വിരിയുന്നത്. ഡോക്ടർ PK ഹരിദാസും വിധവയായ അമ്മയും അമ്മാവൻ്റെ വീട്ടിലേക്കുള്ള കാർ യാത്രയിലാണ് ഓർമ്മകൾ ആരംഭിക്കുന്നത്. അവിടെ അവർ ബലിയർപ്പിക്കുന്ന ഭക്തരുടെ ഒരു പ്രവാഹത്തെ കാണാനിടയാകുന്നു. 4 ആൺമക്കളാണ് അമ്മാവനുള്ളത്. മൂത്ത മകനായ സുഗുവിൻ്റെ ഭാര്യ ഹരിദാസിൻ്റെ സഹോദരി കൂടിയാണ്. ഹരിദാസിൻ്റെ അച്ഛൻ വൈദ്യരായിരുന്നു. അച്ഛൻ്റെ മരണത്തോടെ ക്ഷയിച്ചു പോയ അവരുടെ കുടുംബത്തെ സഹായിച്ചത് കുറുപ്പാണ്. ഹരിദാസിന് MBBS പഠിക്കുവാനായി സഹായം നൽകിയതും കുറുപ്പായിരുന്നു. അതിനാൽ ഹരിദാസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ട ഒരാൾ ആണെന്ന് കുറുപ്പും മക്കളും നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. കുറുപ്പിൻ്റെ സമ്പന്നയും മിടുക്കിയുമായ ഭാനു എന്ന മകളെ വിവാഹം കഴിച്ചു കൊടുക്കുവാനും അവർക്ക് താൽപ്പര്യമായിരുന്നു. ഹരിദാസും ഭാനുവും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എതിരഭിപ്രായം ഹരിദാസിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ താഴ്ന്ന പദവിയിലുള്ളവരോട് ഉള്ള കുറുപ്പിൻ്റെയും മക്കളുടെയും പെരുമാറ്റവും മനോഭാവവും സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി പാവപ്പെട്ടവരോടെടുക്കുന്ന നിലപാടുകൾ ഹരിദാസിൽ അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മൂത്ത മകനായ സുഗു ഒരു റിയൽ എസ്റ്റേറ്റ് കരാറുകാരനാണ്. രണ്ടാമൻ രാഷ്ട്രീയവുമായി നടക്കുന്നു. മൂന്നാമനായ രഘു ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു. ഇളയവൻ ഒരു പണക്കാരനായ വിദ്യാർത്ഥിയുടെ എല്ലാ സ്വഭാവവും ഉൾക്കൊണ്ട് ജീവിക്കുന്നു. അവരെല്ലാം തന്നെ അത്യാഗ്രഹികളും സ്വന്തം നിലനിൽപ്പിനായി എന്തും ചെയ്യാൻ മടിക്കാത്തവരും ആണ്. അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അമ്മാവൻ്റെയും മക്കളുടെയൊക്കെ ശ്രമഫലമായാണ് ഹരിദാസിന് പോസ്റ്റിംഗ് ലഭിക്കുന്നത് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ വരുന്ന ഒരു ക്ലിനിക്കാണ്. അവിടെ സൗകര്യങ്ങളെല്ലാം തന്നെ വളരെ കുറവായിരുന്നു. പക്ഷേ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും തൻ്റെ അഭിപ്രായങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലെന്നും ചികിത്സ പോലും തൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കാൻ പറ്റില്ലെന്നും അയാൾ തിരിച്ചറിയുന്നു. അവിടുത്തെ ഭരണം മുഴുവൻ അമ്മാവൻ്റെയും മക്കളുടെയും ഒക്കെ കയ്യിലായിരുന്നു. ആ നഴ്സിംഗ് ഹോമിലെ മറ്റൊരു ഡോക്ടറാണ് രാജൻ. അയാൾ ഗൈനക്കോളജിസ്റ്റാണ്. തൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് ഗർഭിണികളെ നോക്കൽ എന്നും അതിൽ കൈകടത്താൻ ഹരിദാസ്
ഇടപെടരുത് എന്ന് ഹരിദാസ് അവരെ നോക്കാൻ പാടില്ല എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഹരിദാസിൻ്റെ സത്യസന്ധമായ പ്രവർത്തനങ്ങൾക്ക് അമ്മാവനും മക്കളും എപ്പോഴും തടസ്സമായി നിൽക്കുന്നു. ക്ലിനിക്കിൽ വരുന്ന രോഗികൾക്കെല്ലാം ആവശ്യമില്ലാത്ത മരുന്നുകൾ കുറിച്ചു നൽകി അടുത്തു തന്നെയുള്ള രഘുവിൻ്റെ ഫാർമസിയിൽ അയക്കണം എന്ന അവരുടെ ആവശ്യത്തെ ഹരിദാസ് വകവയ്ക്കുന്നില്ല. ഇതെല്ലാം കുറുപ്പിലും മക്കളിലും ഹരിദാസിനോടുള്ള വെറുപ്പ് കൂട്ടുന്നു. ഭാനുവും ഹരിദാസുമായുള്ള ബന്ധത്തെയും അവരുടെ ഈ അകൽച്ച ബാധിക്കുന്നു. ആ സമയത്താണ് ഒരു രോഗിയെ നോക്കാനായി ഹരിദാസ് ഇല്ലത്തെത്തുന്നത്. അവിടെ അയാളുടെ ഭൂതകാലത്തിലെ ഇരുളടഞ്ഞ ഒരു അധ്യായം തുറക്കേണ്ടി വരുന്നു. ഒരു നശിച്ച നമ്പൂതിരി ഇല്ലമായിരുന്നു അത്. അവിടുത്തെ രോഗി കിടപ്പിലാണ്. ഭർത്താവ് ഇല്ലത്തെ ക്ഷേത്രത്തിലെ പൂജാരിയും. നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടുന്ന ഒരു ഇല്ലമായിരുന്നു അത്. അവരുടെ മകളാണ് ശ്രീദേവി. അവൾ പഠിക്കാൻ മിടുക്കിയാണ്. നഴ്സിങ്ങിന് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്ന് അറിയുന്നു. MBBS പഠിച്ചിരുന്ന തൻ്റെ മകനായ ഉണ്ണികൃഷ്ണൻ കോളേജിലെ കളിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലം തളർന്നു വീണ് മരിച്ച കഥ പറയുമ്പോൾ ഹരിദാസ് ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ഓർക്കുന്നു. ഉണ്ണി തൻ്റെ ജൂനിയർ ആയിരുന്നു എന്നും അവരോട് പറയുന്നുണ്ട്. ആ രാത്രിയിൽ അയാൾ മാനസിക സംഘർഷം താങ്ങാനാവാതെ പെത്തഡിൻ കുത്തിവയ്ക്കുന്നു. കുറ്റബോധം കണ്ട് തളർന്ന അവൻ്റെ മനസ്സ് ക്രമേണ പെത്തഡിന് അടിമയായി മാറുന്നു. എങ്കിലും ഹരിദാസിലെ മനുഷ്യത്വം മരിച്ചു പോയിരുന്നില്ല. ഹരിദാസ് ആ കുടുംബത്തോട് കൂടുതൽ അടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ അറിഞ്ഞു തന്നെ ചെയ്യുകയും ചെയ്യുന്നു. ശ്രീദേവിയെ ഒരു ഡോക്ടറാക്കാൻ ഹരിദാസ് വേണ്ട സഹായം നൽകാം എന്ന് വാഗ്ദാനം നൽകുന്നു. ഡോക്ടർ ഹരിദാസും അമ്മാവനുമായുള്ള പ്രശ്നങ്ങൾ വളരുകയും ഹരിദാസിനെ നശിപ്പിക്കുവാനായി അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. അയാൾ അമ്മാവൻ്റെ വീട്ടിൽ നിന്നും ക്ലിനിക്കിൽ നിന്നും മാറി നമ്പൂതിരി ഇല്ലത്തിനടുത്തുള്ള വീട്ടിലേക്ക് താമസം മാറുന്നു. ഹരിദാസിനെ കാണാനെത്തിയ ഭാനുവിനോട് തനിക്ക് ശ്രീദേവിയുടെ കുടുംബത്തെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടെന്നറിയിച്ച് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. മാനസിക സംഘർഷം താങ്ങാനാവാതെ പെത്തഡിനിൽ അഭയം തേടുക പതിവായി. ഒടുവിൽ അവൻ്റെ ഗുരുവായ പ്രൊഫസർ എത്തി അവനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു രാത്രി തൊഴിലാളിയായ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് സുഖമില്ലാതായതിനെ തുടർന്ന് ഡോക്ടർ ഹരിദാസിനെ വിളിക്കുന്നു. ഗർഭിണികളുടെ മേൽനോട്ടം ഡോക്ടർ രാജൻ ഗോമസ് ആയതിനാൽ താൻ ആ കേസ് അറ്റൻഡ് ചെയ്താൽ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് അയാൾ നേരിട്ട് തന്നെ രാജനെ വിളിക്കാൻ അയാളുടെ വീട്ടിലെത്തുന്നു. പക്ഷേ അയാൾ ആ കേസ് അറ്റൻഡ് ചെയ്യാതെ തൻ്റെ മകളുടെ പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു. ഒടുവിൽ ഹരിദാസ് തന്നെ ആ കേസ് അറ്റൻഡ് ചെയ്യുന്നു. എങ്കിലും അവർ മരിക്കുന്നു. സമയത്തിന് ഡോക്ടർ രാജൻ്റെ അശ്രദ്ധയാണ് മരണകാരണം എങ്കിലും അത് ഹരിദാസിന് നേരെ തിരിച്ചുവിടുകയും അത് വലിയ പ്രശ്നമാവുകയും ചെയ്യുന്നു. ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുകയും വണ്ടി കത്തിക്കുകയും ചെയ്യുന്നു. ഹരിദാസ് പരിക്കുകളോടെ രക്ഷപ്പെടുന്നു. എങ്കിലും ഈ സംഭവം അയാളെ മാനസികമായി തകർക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ മരണത്തിന് കാരണക്കാരൻ താനാണെന്നും ആ രാത്രി എന്താണ് സംഭവിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ അച്ഛനോട് തുറന്നു പറയുന്നു. അസ്വാഭാവികമായി സംഭവിക്കുന്ന മരണമാണെങ്കിൽ ഒരു പ്രത്യേക പൂജ കൂടി ചെയ്താൽ മാത്രമേ ആത്മാവിന് മോക്ഷം കിട്ടൂ എന്ന് നമ്പൂതിരി മുൻപ് പറഞ്ഞതിന് പ്രകാരം തനിക്ക് ആ പൂജ ചെയ്യണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. കോളേജിൽ തൻ്റെ ജൂനിയറായിരുന്ന ഉണ്ണികൃഷ്ണനെ റാഗിംഗ് ചെയ്യുമ്പോൾ ഹാർട്ട് പേഷ്യൻ്റ് കൂടിയായിരുന്ന ഉണ്ണി കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത്. താനൊരു പേഷ്യൻ്റാണെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എങ്കിലും അവർ അത് വിശ്വസിച്ചിരുന്നില്ല. റാഗിങ്ങിൽ നിന്നും രക്ഷ നേടാനായി കള്ളം പറഞ്ഞതാണെന്നാണ് അവർ കരുതിയിരുന്നത്. ഉണ്ണി പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നവരെല്ലാം ഓടി മറയുകയും ചെയ്യുന്നു. ഒടുവിൽ ഹരിദാസ് തൻ്റെ ഗുരുവിൻ്റെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുന്നു. അങ്ങനെ മാനേജ്മെൻറ്റ് അതൊരു കളിസ്ഥലത്തെ ഹാർട്ട് അറ്റാക്കായി മരിച്ചതാണെന്ന് എഴുതുകയും ചെയ്യുന്നു. നേരത്തെ ഹരിദാസിനെ തങ്ങളുടെ രക്ഷകനായി കണ്ട അവർ ഹരിദാസിനെ തൻ്റെ മകൻ്റെ കൊലപാതകിയായാണ് കാണാൻ തുടങ്ങിയത്. തൻ്റെ മകനെ കൊന്നു എന്ന് അമ്മ ആരോപിക്കുമ്പോൾ അവൻ്റെ ഹൃദയം തകരുന്നു. അവൻ കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമ്പോൾ ശ്രീദേവി അവനെ രക്ഷപ്പെടുത്തുന്നു. ഒടുവിൽ ശ്രീദേവി മെഡിക്കൽ കോളേജിൽ ചേരുകയും ഡോക്ടറായി മാറുകയും ചെയ്യുന്നു. ഹരിദാസിൻ്റെ എല്ലാ സഹായങ്ങളും അതിന് ഉണ്ടായിരുന്നു. ശ്രീദേവിയും ഹരിദാസും ഇല്ലത്തെത്തുമ്പോൾ അമ്മ എല്ലാം മറന്നവനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. വീണ്ടും വരും എന്ന് വാക്ക് നൽകി പുഞ്ചിരിയോടെ അവൻ യാത്രയാക്കുന്നു. അവൻ്റെ കാർ മറയുവോളം ശ്രീദേവി അവനെ നോക്കി നിൽക്കുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.